ഇന്ന് മിഡ് ക്യാപ്പിന് എക്സ്പയറി. അപ്പോൾ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ മിഡ് ക്യാപ്പിന് ചാർട്ട് ഓപ്പൺ ചെയ്തു, ഓപ്ഷൻ ചെയിൻ എടുത്തു. അപ്പോൾ 13,175 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനാണ് അടുത്ത മണി നിൽക്കുന്നത്. അപ്പോൾ 13,175 കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് മാർക്ക് ചെയ്യാം. അതുപോലെ തൊട്ട് മുകളിൽ ഒരു സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ തൊട്ട് താഴെയും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഈ ലെവലിൽ ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് പിയുടെ ചാർട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ പിയിലെ ചാർട്ടിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് സപ്പോർട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ ഉണ്ട് ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് സിയിലും പിയിലും. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യാം. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എപ്പോഴാണ് മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ ടച്ച് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈയും താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലും ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സിയുടെ കേസിൽ മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസിന് സപ്പോർട്ട് ഇടയിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുന്നവരെ. അപ്പോൾ നമ്മൾ മൾട്ടി സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷനും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സിയുടെ കേസിലാണെങ്കിൽ നമ്മൾ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ആ ഒരു ലെവൽസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സിയിൽ ബൈ ഉള്ളൂ. പിന്നെ പിയുടെ കേസാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ സപ്പോർട്ടിന് താഴെയാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ടിന് താഴെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആ സപ്പോർട്ട് ലെവൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബൈ ചാൻസ് ഉള്ളത്. അപ്പോൾ സി ഇപ്പോൾ നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന കാരണം തന്നെ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സി ഇപ്പോൾ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അങ്ങനെ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ റീസെൻ്റ് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ടാർഗറ്റ് 1 ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ ടാർഗറ്റ് 2 എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ നമുക്ക് ഈ 5 മിനിറ്റ് ക്യാൻഡിലെ ക്ലോസിംഗ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ ക്ലോസിംഗ് ലെവലിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ആ റീസെൻറ്റ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് 1. ഇനി ടാർഗറ്റ് 2 എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ലെവലാണ്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടാർഗറ്റ് 2 ഹിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടാർഗറ്റ് 2ൽ ഒരു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു സെൽ പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ 13,175 സി ഇപ്പോൾ ടാർഗറ്റ് 2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയിരിക്കുന്നത്. ഇനി പിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ടായി മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസിന് താഴെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ ഒരു ലെവൽസ് റെസിസ്റ്റൻസായി മാറുകയും എക്സാക്റ്റ് ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ CPR ലെവൽസ് യൂസ് ചെയ്തിട്ടില്ല, പിവട്ട് പോയിൻറ്റ്സും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു സിയുടെയും പിയുടെയും ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ മാനുവലായിട്ടാണ്
തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പയറി ഡേക്ക് ആണെങ്കിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്രീമിയത്തിൽ ബൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. സാധാരണയായിട്ട് സെല്ലിങ്ങിൽ മാർജിൻ കൂടുതലാണ്. അപ്പോൾ നമുക്ക് മാർജിൻ കുറയ്ക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ സി ആണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിയുടെ ഔട്ട് ദ മണിയിലുള്ള ചെറിയ പ്രീമിയത്തിലുള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അതിനുശേഷം അടുത്ത മണി സെല്ല് ചെയ്താൽ മതി. ഇനി പി ആണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിയിലും നമ്മൾ അടുത്ത മണിയിലുള്ള ചെറിയ പ്രീമിയത്തിലുള്ളത് ബൈ ചെയ്തിട്ട് അതിനുശേഷം അടുത്ത മണിയിലുള്ള ഇത് സെല്ല് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് മാർജിൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സെല്ലിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സിയുടെ കേസിൽ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ടിന് തൊട്ട് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പിയിലെ കേസിൽ നമുക്ക് സെല്ലാണ് വന്നത്. അപ്പോൾ പിയിൽ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റെസിസ്റ്റൻസിന് അതായത് നമ്മൾ സപ്പോർട്ടായി മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസിന് മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിപ്പോൾ എക്സ്പയറി ഉണ്ട് ഇൻഡെക്സ്. അപ്പോൾ ആ എക്സ്പയറി ഉള്ള ഇൻഡെക്സ് സെലക്ട് ചെയ്തിട്ട് ഒരു 9:07 ശേഷം പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത മണിയിലുള്ള കോൾ ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻ ഏതാണെന്ന് അറിയാൻ സാധിക്കും. അതിൻ്റെ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അത് ഇതുപോലെ തന്നെ ലെവൽസ് മാർക്ക് ചെയ്യാം. ആദ്യം കുറച്ച് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ക്യാനിൽ എപ്പോഴാണ് ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. ചില സമയത്ത് ഈ ലെവൽസിൽ ടച്ച് ചെയ്യാറില്ല. കാരണം മാർക്കറ്റ് ചിലപ്പോൾ നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ആ സമയങ്ങളിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക, ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാം. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽസിൽ ടച്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാണ്. അപ്പോൾ നമ്മളിത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ മാർക്ക് ചെയ്ത ലെവൽസാണ്. അപ്പോൾ ആ ലെവൽസൊക്കെ നല്ല രീതിയിൽ ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ ആ ലെവൽസ് ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരാണ് ചെയ്തത്, താഴെ സപ്പോർട്ട് ലെവലിൽ വരാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മളിതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല വീഡിയോസ് ഇതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം തന്നെ കുറച്ച് ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ചെറിയ സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി 100% സക്സസ്ഫുൾ അല്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഹിറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.